ലീസ വെള്ളത്തിൽ ചാടുന്നതിന് മുൻപ് ഒരു ബോട്ടിൽ ലിക്വർ കുടിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നത് അവളുടെ മാജിക്കൽ ഡക്കിന്റെ വായിൽ ഒഴിക്കുന്നു. അതിനുശേഷം അവളുടെ ആൻസസ്റ്റർ ടാബ്ലറ്റിൽ ഒരു തുള്ളി രക്തം വീഴ്ത്തി വേഗം തന്നെ വെള്ളത്തിലേക്ക് ചാടുന്നു. വെള്ളത്തിലേക്ക് ചാടിയതും ആ ഡക്ക് അവളെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു. വെള്ളത്തിനടിയിലെത്തിയതും അവൾ ആ ഡക്കിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഗോൾഡൻ വേവ് ഫോം ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ അവളുടെ മുന്നിലെ വിഷ്വൽ ക്ലിയർ ആയി അവിടെ വലിയൊരു സ്റ്റാച്ചുവിന്റെ തല കാണാൻ കഴിയുന്നു. ഉടനെ അവൾ ടോർച്ച് എടുത്ത തലയിലെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി വേഗം തന്നെ അതിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് അതിനകത്തുള്ള ഒരു കല്ല് തിരിച്ചതും അതിനകത്തൊരു മെക്കാനിസം ആക്ടിവേറ്റ് ആയി ആ സ്ഥലം മുഴുവൻ കുലുങ്ങാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ കുറച്ചു സമയത്തിൽ തന്നെ അതിനകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം പുറത്തുപോയി അവസാനം അവൾ അന്വേഷിച്ചു വന്ന കല്ലറയുടെ കതക് തുറക്കുന്നു. അതിനുശേഷം അവൾ തീ കത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിലിട്ടതും അത് ആ സ്ഥലം മുഴുവൻ സ്പ്രെഡ് ആവുന്നു. അവിടെ ഉണ്ടായിരുന്ന 9 തലയുള്ള പാമ്പിന്റെ പ്രതിമ കണ്ടതും അത് രാജാവിന്റെ കല്ലറ തന്നെയാണെന്ന് അവൾ കൺഫേം ചെയ്യുന്നു. ഉടനെ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അത് ഓപ്പൺ ചെയ്യാനുള്ള വഴി അന്വേഷിക്കുന്നു. പക്ഷെ ആ കല്ലറ പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കല്ലറയുടെ നടുക്കുള്ള ഒരു ഹോൾ നോട്ട് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ അവളുടെ ടാബ്ലറ്റ് ഊരി ആ ഹോളിൽ വെച്ചതും അത് വേഗത്തിൽ ഫ്രീസ് ആവാൻ തുടങ്ങുന്നു. ഭാഗ്യത്തിന് അവൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തതുകൊണ്ട് ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം കല്ലറ തുറന്നവൾ അതിനകത്തുണ്ടായിരുന്ന രാജാവിന്റെ മാസ്ക് റിമൂവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ പുറകിലായി ഒരു പഴയകാല എഴുത്തിരിക്കുന്നത് കണ്ട് അവൾ അത് പുറത്തെടുക്കുന്നു. നോക്കുമ്പോൾ അവൾ അത് പുറത്തെടുത്ത അടുത്ത സെക്കൻഡിൽ തന്നെ ആ സ്ഥലം ഫുള്ള് ഭയങ്കരമായി ഷേക്ക് ആവാൻ തുടങ്ങുന്നു. അവൾ ഗോൾഡിനേക്കാൾ ജീവനാണ് വലുതെന്ന് ചിന്തിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. അതേസമയം അവൾ നടന്നു വന്ന പാലം തകർന്നു തുടങ്ങിയതും അവൾ ജസ്റ്റ് മിസ്സിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൾ സ്വർണത്തിനേക്കാൾ മതിപ്പുള്ള ഒരു വസ്തുവാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്.